സതീശനെ രാഷ്ട്രീയമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, രാഷ്ട്രീയക്കാരൊക്കെ ആളുകളെ കൂടി ഇതിനകത്ത് പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം സതീശൻ നടത്തുന്നത്. സതീശൻ യഥാർത്ഥത്തിൽ തനിക്കുണ്ടായിട്ടുള്ള ജാള്യത മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ അവിടുത്തെ ലോഹം, ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി അത് മറ്റേതോ അന്യ സംസ്ഥാനത്തിലെ ഏതോ ഒരു കോടീശ്വരന് വിറ്റു, അതിന് ഞാൻ ഇടനിലക്കാരനായിട്ട് നിന്നു, അത് ആർക്കാണ് വിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാമെന്നെല്ലാം പറഞ്ഞയാളാണ് സതീശൻ. സതീശനെതിരായി ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ദിവസം കഴിഞ്ഞു, 7 ദിവസം കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും ഞാൻ കോടതിയെ സമീപിക്കാൻ തന്നെ പോവുകയാണ്. സതീശൻ മാന്യമായിട്ട് മാപ്പ് പറഞ്ഞേ തീരുള്ളൂ അക്കാര്യത്തിൽ. അതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. 7 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഇന്ന് ആരോപണം കടുപ്പിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നത് അങ്ങാണ്. അങ്ങ് വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചിട്ടും വി ഡി സതീശൻ ഈ ആരോപണം വീണ്ടും ആവർത്തിക്കണമെങ്കിൽ പൊതുസമൂഹം സ്വാഭാവികമായി തെറ്റിദ്ധരിക്കില്ലേ? പൊതുസമൂഹത്തിനൊരു തെറ്റിദ്ധാരണയില്ല. പൊതുസമൂഹത്തിന് യാതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല. കഴിഞ്ഞ കാലത്തും ഇതുപോലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഉന്നയിച്ച സതീശൻ എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയുന്ന ഒരാളായി സതീശൻ മാറിയിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അതെല്ലാം എടുത്ത് സർക്കാരിനെ അടിക്കാനോ ഇടതുപക്ഷത്തെ അടിക്കാനുള്ള വടിയായിട്ടൊക്കെ ഉപയോഗിക്കാമെന്നാണ് സതീശൻ കരുതുന്നത്. അതൊക്കെ വെറും അദ്ദേഹത്തിന്റെ ഒരു ധാരണ മാത്രമാണ്. അത് നടക്കാൻ വേണ്ടി പോകുന്നില്ലെന്നുള്ള കാര്യം.